വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ പിസ്സയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും ഇത്രയും ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി ഏകദേശം 1.5 to 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇനി നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്ത് ചുട്ടെടുക്കണം. അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ എയർ ഹോൾസ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചുട്ടെടുത്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 1 കപ്പ് ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് ചെറിയ പീസാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഡോയിലേക്ക് ആദ്യം തന്നെ പിസ്സ സോസ് തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക. അതിനുശേഷം മൊസറല്ല ചീസ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ്റേത് ചെറിയ പീസാക്കിയിട്ട് അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് സവാളയും കൂടെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയും ചീസ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. കുറച്ച് സോസും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കത് ഓവനിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊരു 2.5 മിനിറ്റ് സെറ്റാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ 4 പ്ലേറ്റ് 4 റെഡിയാക്കിയിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഇത് നല്ല ചൂടോട് കൂടെയാണ് കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.